അപ്പൊ എങ്ങനെയാണ് ഇന്ന് നമുക്കേ ഒരു കൽത്തപ്പം അങ്ങ് റെഡിയാക്കി എടുത്താലോ? ഞങ്ങൾ മലബാറുകാർക്കേ വയറ് കാണാനാണെങ്കിലും ഒരു പുതിയ വീട്ടിലേക്ക് പോവാണെങ്കിലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഐറ്റാണ് കേട്ടോ ഈ കലത്തപ്പം. അത് നല്ല ആരെടുത്ത് കിട്ടും ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ. ഇത് നിങ്ങൾ ഉണ്ടാക്കി പഠിച്ചാലേ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചായക്കടി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് തന്നെ ആവും കേട്ടോ. അത്ര എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാല്ലേ. ഞാനിവിടെ അരി തലേന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാലും മതിയാവും. ഞാനിതേ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. ഞാൻ മുമ്പും ഒരു കലത്തപ്പെട്ട സമയത്ത് എല്ലാവരും ഒരു കപ്പിന്റെ അളവിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പിന്റെ അളവാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോഴേ കുതിർത്ത അരി നല്ലപോലെ വെള്ളം വാലാൻ വെച്ചതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം, ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയേ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത കൂട്ടി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമോളം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണിത് ഉരുക്കിയെടുക്കുന്നത്. ഇത്രയും മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിലേ ഒരു 250 ഗ്രാമൊക്കെ ആക്കിയിട്ട് ശർക്കരന്റെ അളവ് കുറച്ചെടുക്കാം. നമ്മൾ ഈ ശർക്കരയെ നല്ല ചൂടോടുകൂടി തന്നെ അരിച്ച് ഈ മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്താല ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും നമ്മളെ ഈ മാവ് ചൂടോടുകൂടി തന്നെ കുക്കറിലേക്ക് ഒഴിക്കുകയും വേണം. അപ്പം നമ്മൾ ശർക്കര പാനി അവിടെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യം റെഡിയാക്കി വെക്കണം കേട്ടോ. അതായത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ നെയ്യിലേക്ക് 1.5 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 4 ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തിനായി ചെറിയുള്ളി ചേർക്കുന്നതെന്ന്. ഈ ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ മലബാറുകാരുടെ കലത്തപ്പത്തിന് ഇത് വേണം കേട്ടോ. അപ്പോഴേ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മളിത് മാവ് ഒഴിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ഇത് മുകളിൽ വരാണ്ട് നിൽക്കും. അപ്പൊ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇത് മാറ്റി വെക്കുന്നത്. ഇപ്പൊ കണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ആ ഉള്ളി വന്നിട്ടില്ലല്ലോ. അപ്പൊ ആ ഭാഗം നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വേവിക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഞാനേ ഒരു കുക്കറിലല്ല കേട്ടോ തയ്യാറാക്കുന്നത്. 2-3 കുക്കർ അപ്പുറത്തപ്പുറത്തൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്ത ഒരു ഐറ്റമാണ്. പക്ഷെ ഒരുപാട് പേര് ഒരു കപ്പിന്റെ അളവ് പറഞ്ഞു തരണം പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ കണ്ടല്ലോ നല്ല പോലെ ആവി വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 8-10 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ ഇതിന്. അപ്പൊ നമ്മളിത് തുറന്നിട്ട് കുത്തി നോക്കുക. കുത്തി നോക്കുന്ന സമയത്ത് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി വെച്ചു കൊടുത്താൽ മതി. പിന്നെ അടി പിടിക്കുന്ന പേടിയുള്ളവരാണെങ്കിൽ താഴെ ഒരു കേടായ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് വെച്ചിട്ടും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ശരിക്കും ഞങ്ങളുടെ കലത്തപ്പം ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പൊ ഇനി ഒരു കപ്പിന്റെ അളവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. 1 കപ്പിലും നമുക്ക് അടിപൊളിയായിട്ട് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നല്ല ആരെടുത്ത കലത്തപ്പട്ടോ. അപ്പൊ എങ്ങനെ ഇനി നിങ്ങളും റെഡിയാക്കി എടുക്കൂലേ? അളവുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ശർക്കര പാനി നല്ല ചൂടോടുകൂടി തന്നെ മാവിൽ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ചൂടോടുകൂടി തന്നെ കുക്കറിലേക്ക് മാവ് ഒഴിക്കുക. ഇത് 3 ശ്രദ്ധിച്ചാലേ നല്ല പെർഫെക്റ്റ് കലത്തപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ തയ്യാറാക്കുന്നവർ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്നവർ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.